കേരള ലൈബ്രറി കൗൺസിലിന്റെ വായനക്കളരിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഹ്രസ്വയാത്രയിൽ കോലായി ലൈബ്രറിയുടെ ബാലവേദി കുട്ടികൾ തളങ്കരയിലെത്തി. നിറഞ്ഞു നിൽക്കുന്ന ചരിത്ര സ്മൃതികളുടെ ഈ മണ്ണ് പോയ നൂറ്റാണ്ടുകളിൽ സാക്ഷ്യം വഹിച്ച ചരിത്ര വസ്തുതകളും പ്രത്യേകതകളും മുതിർന്നവർ കുട്ടികൾക്ക് വേണ്ടി വിവരിച്ചു കൊടുത്തു. രാത്രി അപ്പൊ ഈ രാത്രികൾ എങ്ങനെ കണക്കൂട്ടെന്ന് വെച്ചാൽ അതിനെന്തുമില്ലല്ലോ. അപ്പൊ ഒരു രാത്രി ഇങ്ങനെ സായാനാകുമ്പോ ഈ കെട്ടിടുന്ന വരും. അത് കഴിഞ്ഞിട്ട് 2, 3, 4, 5, 6, 7, 8, 9, 10 രാത്രി കഴിയുമ്പോ ഫുജീറായന്റെ കരയിടുക്കിലേക്ക് എത്തും. ആ കരയിടുക്കിന്റെ ഇതേപോലെ ഒരു പാറിന്റെ അകത്ത് കയറി റൈറ്റ് എടുത്താൽ റാസൽ കൈമയിലേക്ക് എത്തും. ലെഫ്റ്റ് പോയാൽ ഒമാനിലേക്ക് എത്തും. ആ ഒമാനിൽ പോയിട്ടാണ് പിന്നെ എവിടെ പോകുന്നത്? ആഫ്രിക്കൻ കൺട്രീസിലേക്ക് പോകുന്നത്. ആഫ്രിക്കയിലേക്ക് പോകും. നമ്മളിവിടുത്തെ കുറെ സ്ത്രീകള്, ഞാൻ ഇവിടെ മത്സരിച്ച വ്യക്തിയാണ്. പഴയ സ്ത്രീ ആ സമയത്ത് 60ന് മുകളിലുള്ള സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ പറയും ആഫ്രിക്കയിലെ ഒരു പട്ടണത്തിന്റെ പേരാണ് അവരെ ഇതിലുള്ളത്. അന്ന് ഗൾഫൊന്നുമല്ല. ആ ഒരു പട്ടണത്തിലാണ് നമ്മളെ ഈ തൊപ്പി, തലങ്കര തൊപ്പി പാക്ക് ചെയ്ത് അതിൽ പോയത് ഇതിലേ കൂടി. ഹസറത്ത് മാലിക് ദിനാറിന്റെ ആഗമനവും തളങ്കര ശാസനവും ഉരുനിർമ്മാണവും തളങ്കര തൊപ്പിയും ടി ഉബൈദും സീതിക്കുഞ്ഞി സാഹിബും തളങ്കര മമ്മുഞ്ഞി സാഹിബും ടി.എ. ഇബ്രാഹിം സാഹിബും കെ.എസ്. അബ്ദുള്ള സാഹിബും ചെർക്കളം അബ്ദുള്ള സാഹിബും മറ്റു പലതുമൊക്കെ ചരിത്രത്തിന്റെ താളുകളിൽ തളങ്കരയെ അടയാളപ്പെടുത്തുന്നത് കുട്ടികൾക്ക് പുതിയ അറിവായി. കാസർഗോഡ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ കെ.എം. ഹനീഫുമായി കുട്ടികളും രക്ഷിതാക്കളും മുഖാമുഖം നടത്തി. കുട്ടികളുടെ സംശയങ്ങൾക്ക് ഹനീഫ് മറുപടി നൽകി. ഇന്ന് ഈ ടൂറിൽ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ പല അറിവുകളും കൊണ്ടുപോകണം. കാരണം നമ്മളൊക്കെ പറയുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കതിൽ സംശയമുണ്ടെങ്കിൽ ഞങ്ങളോട്. ആദ്യമായി നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് തളങ്കരയിലാണ്. തളങ്കര എന്ന് ഇപ്പൊ തളങ്കരയിലെ കുട്ടികളെ കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തളങ്കര എന്ന് പറഞ്ഞാല് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ ഒരു പടിഞ്ഞാറോട്ട് കാണുന്ന ഈ സ്ഥലത്തിനെ പറയുന്ന തന്നെ തളങ്കര പടിഞ്ഞാറാണ്. പടിഞ്ഞാറിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയോ? നമ്മൾ അധികപേരും നിസ്കരിക്കുന്നവരൊക്കെ ആളാണ്. നിസ്കരിക്കുമ്പോൾ നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കിയിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ പടിഞ്ഞാറോട്ട് എന്തുകൊണ്ട് നോക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ കഹബയാണ്. കഹബ പടിഞ്ഞാറിന്റെയാണ്. അപ്പൊ ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നതിന്റെ ഞങ്ങൾ തളങ്കരയെന്നും പറയൂല, പടിഞ്ഞാറെന്ന് മാത്രമാണ് പറയുന്നത്. ആ പടിഞ്ഞാറിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. രണ്ടാമത് തളങ്കര. തളങ്കര എന്ന് ഞങ്ങൾ പറയുന്നത് ഏകദേശം ഇവിടെ നിങ്ങൾ ട്രാഫിക് ജംഗ്ഷൻ കണ്ടു കാണും. ട്രാഫിക് ജംഗ്ഷന് ഇങ്ങോട്ട് പടിഞ്ഞാറോട്ട് വരുന്ന ഏരിയയാണ് തളങ്കര എന്ന് പൊതുവെ ഞങ്ങൾ പറയാറുള്ളത്. അപ്പോൾ തളങ്കരയിൽ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം 39 വാർഡുകളോ ഉണ്ട്. അതിലൊരു 10-12 വാർഡ് തളങ്കരയിൽ ആണ് വരുന്നത്. ഈ തളങ്കരയാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ കാസർഗോഡ് മുനിസിപ്പൽ വൈസ് ചെയർമാനെ കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. താലൂക്ക് ലൈബ്രറി സെക്രട്ടറി പി ദാമോദരൻ, സ്കാനിയ ബദ്രിയ, ഹസൈന തോട്ടുംഭാഗം, മുജീബ് തളങ്കര, നാസർ ചെർക്കളം, കരീം ചൌക്കി, ടി യൂസുഫ്, ഇബ്രാഹിം ബാങ്കോട് തുടങ്ങിയവർ കുട്ടികളുമായി സംവദിച്ചു. അപ്പോൾ കോലായി ലൈബ്രറി ഇങ്ങനെ ഒരു പരിപാടി നടപ്പിലാക്കിയത് നമ്മുടെ ഗ്രന്ഥാലയത്തിന്റെ ബാലവേദികളുടെ നേതൃത്വത്തിലാണ്. അപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലൈബ്രറി കൗൺസിലിന്റെ ഭാഗമായി ഏപ്രിൽ മാസം 20 തൊട്ട് മെയ് മാസം 20 വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ ഗ്രന്ഥാലയങ്ങളും അവിടുത്തെ ബാലവേദി കുട്ടികളുടെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൽ നമ്മുടെ കഥകള്, കവിതകള്, നോവലുകൾ ഇതിനെക്കുറിച്ചൊക്കെ വായിച്ച് ആസ്വാദന കുറിപ്പുകൾ എഴുതുക. അതുപോലെ നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന ഈ തളങ്കര പോലെയുള്ള പ്രദേശത്ത് ഈ കുട്ടികളൊന്നും ആദ്യമായി കാണുകയായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കടലും പുഴയും യോജിക്കുന്ന അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യമുള്ള ഈ പ്രദേശത്ത് ഇപ്പൊ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ഭംഗിയും എല്ലാം കൂടി ചേരുമ്പോൾ നമ്മുടെ ഇത്രമാത്രം മനോഹരമായിട്ടുള്ള പ്രദേശം നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷെ നമ്മൾ ചില പ്രദേശങ്ങൾ കാണുന്നതിന് വേണ്ടി മറ്റു പല സ്ഥലങ്ങളിലേക്കാണ് യാത്ര ചെയ്യുക. പക്ഷെ ഇവിടെ നേരത്തെ നമ്മുടെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ കെ.എം. ഹനീഫ് പറഞ്ഞതുപോലെ നമുക്കിത് മനോഹരമായി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായി ടൂറിസ്റ്റുകളെയും അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശീയർക്കും വൈകിട്ട് വന്ന് ഇവിടുത്തെ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഈ
ദുഷ്ടചിന്തകളും നമ്മുടെ മനസ്സിന്റെ വിഷമങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഇരുന്ന് ഈ പ്രകൃതിയുമായി നമുക്ക് സംവദിക്കുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസം കിട്ടും എന്നത് സത്യമാണ്. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ഇവിടെ വന്ന സമയത്ത് അന്ന് 10 പേരായിരുന്നു വന്നിരുന്നത്. മാലിക് ദിനാർ എന്നുള്ള പേരിൽ 10 പേരുണ്ടായിരുന്നു. അന്ന് അവര് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അയച്ചതാണ്, ഈ മതപ്രചരണത്തിന് വേണ്ടി മക്കത്ത് നിന്ന് അയച്ചതാണ്. അപ്പം അതിലൊരാളാണ് നമ്മൾ ഇവിടെ നിൽക്കുന്ന ആ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ചരിത്രങ്ങൾ പറയുന്നത്. അപ്പം അവർ കപ്പൽ കൂടി കൊടുങ്ങല്ലൂരാണ് ആദ്യം വന്ന് ഇറങ്ങിയതും പിന്നീട് പല ഭാഗത്തായി അവർ കുറച്ച് ആൾക്കാർ കാസർഗോഡ് ഭാഗത്ത് അങ്ങനെ പല ഭാഗത്തായിട്ട് നമുക്ക് കേരളത്തിൽ നിന്ന് അന്വേഷിച്ച് നടന്നാൽ മാലിക് ദിനാർ മുഖാം ഒരുപാട് സ്ഥലത്ത് കാണാം, ഒരു കാസർഗോഡ് മാത്രമല്ല. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഉറൂസും പരിപാടിയൊക്കെ നടത്താറുണ്ട്. പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ തളങ്കരയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് തളങ്കര. ഇന്ന് അവരുടെ വരവിനോട് കൂടിയിട്ട്, കാരണം തീരെ പുരോഗതി ഇല്ലാത്ത ഒരു നാട്ടിൽ ആരും പരസ്പരം ഒരു ബന്ധവും ഇല്ലാത്ത നാട്ടിലാണ് ഇവർ വന്നതിന് ശേഷമാണ് ജനങ്ങൾ ആത്മാർത്ഥമായി ബന്ധപ്പെടാനും മറ്റു കാര്യങ്ങളിലേക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തിരിഞ്ഞതാണെന്നാണ് ചരിത്രം പറയുന്നത്. ഇത് തുളു നാടിന്റെ ഒരു ഭാഗമാണ്. ഇന്നും ചന്ദ്രഗിരിക്ക് ഇങ്ങോട്ടുള്ള ഭാഗം, അങ്ങോട്ട് നമ്മുടെ കുന്താപുരം വരെയുള്ള സ്ഥലത്തെ അറിയപ്പെടുന്നത് തുളുനാട് എന്നാണ്. തുളുനാട് എന്ന ഒരു സംസ്ഥാനത്തിനുള്ള മുറവിളി പണ്ട് മുതലേ തുടങ്ങിയതാണ്. ഇന്നും നിങ്ങൾ നോക്കിയാൽ തുളുനാട് സംസ്ഥാനം എന്നുള്ള നമ്മുടെ ആഗ്രഹം ഇന്നും ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ഈ തുളുനാട് കുന്താപുരത്ത് നിന്നും ആരംഭിക്കുന്ന തുളുനാടിന്റെ ആ ഒരു രാജവംശത്തിന്റെ അവസാനത്തെ അറ്റമാണ് ഈ തലക്കര. അതായത് ആ കരയുടെ തലഭാഗം എന്നുള്ളതാണ് തലക്കര. തലക്കര പിന്നീട് കാലാന്തരേണ അത് ലോപിച്ച് അതിന് മാറ്റങ്ങൾ വന്ന് പിന്നെ തളങ്കരയായി മാറുകയാണ് ഉണ്ടായത്. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനായുള്ള പരിശീലനങ്ങൾക്കും കളികൾക്കും സുലേഖ മാഹിൻ, ഹനീഫ് തുരുത്തി, ബഷീർ അത്തിവളപ്പ്, അബു പാണലം, അലി മറിയാസ്, ബഷീർ പടിഞ്ഞാർമൂല, മൊയ്തു ചേരൂർ, ഇസ്ഹാബ് കുരിക്കൽ, ബഷീർ മുട്ടത്തൊടി, റഹ്മാൻ ദേളി, ഉബൈദ് ഉദുമ, അഷ്റഫ് കല്ലുവളപ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.